അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ നന്ദി പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ആദർശപരമായി പിരിഞ്ഞുപോയിട്ടുള്ള മടവൂർ വിഭാഗവുമായി 2 സംവാദങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ പഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ആ 2 സംവാദങ്ങളെയും കാണുന്ന ഏതൊരു മുജാഹിദ് പ്രവർത്തകനും മടവൂർ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരും അനുയായികളും വ്യക്തമായ ഹദീസ് നിഷേധത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാകുന്ന ധാരാളം തെളിവുകൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. കേരളക്കരയിൽ ഹദീസ് നിഷേധത്തിന്റെ വിത്തുപാകിയ CN അഹ്മദ് മൗലവിയും ചേകനൂർ മൗലവിയും ഏതൊരു തെളിവുകൾ വെച്ചുകൊണ്ട് പ്രവാചകന്റെ ഹദീസുകളെ നിഷേധിക്കുകയും തള്ളുകയും ചെയ്തുവോ അതേ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് ഹദീസുകളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി മടവൂർ വിഭാഗം മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ 2 സംവാദങ്ങളിലും കൃത്യമായി നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയും. 2001 പിളർപ്പിന്റെ അല്ലെങ്കിൽ 2002 പിളർപ്പിന്റെ കാരണമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആദർശ വ്യതിയാന കാര്യങ്ങൾ അതായിരുന്നല്ലോ ഒന്നാമത്തെ സംവാദത്തിന്റെ വ്യവസ്ഥ. അതിൽ ഒന്നാമത്തെ തീരുമാനം ജംഇയ്യത്തിന്റെ തീരുമാനത്തിൽ നിങ്ങൾ വ്യതിചലിച്ചു എന്ന് നിരവധി തെളിവുകളുടെ സഹായത്തോടുകൂടി അവരുടെ ഹദീസ് നിഷേധത്തിന്റെ കൃത്യമായ തെളിവുകൾ സമർത്ഥിച്ചുകൊണ്ട് നമ്മൾ അവിടെ സമർത്ഥിക്കുകയുണ്ടായി. അതിൽ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിനു പോലും കൃത്യമായ മറുപടി പറയാൻ മറുപക്ഷത്തിരിക്കുന്ന പണ്ഡിതന്മാർക്ക് കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഹദീസിന്റെ വിഷയം 8-ാം തീയതി പറയാം. ശരി, എന്നാൽ വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകളും വ്യാഖ്യാനിക്കുന്നതിൽ സലഫിന്റെ മാർഗം സ്വീകരിക്കണമെന്നതാണല്ലോ ഒന്നാമത്തെ തീരുമാനം. ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ വാദം. ആ വാദം സമർത്ഥിക്കുവാൻ നിരവധി തെളിവുകൾ ഞങ്ങൾ അവിടെ സമർത്ഥിച്ചിരുന്നു. സിറാത്തിന്റെ വിഷയം ചോദിച്ചു, അതേപോലെ തന്നെ ദജ്ജാലിന്റെ വിഷയം ചോദിച്ചിരുന്നു, അദാബുൽ ഖബറിനെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു. അതിനൊന്നും കൃത്യമായ മറുപടി വന്നിട്ടില്ല. മാത്രവുമല്ല, അതൊക്കെ ഞങ്ങൾ 8-ാം തീയതി പറയാമെന്ന് പറഞ്ഞു. മാത്രവുമല്ല, അള്ളാഹുവിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിൽ കൃത്യമായി നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു, മറുപടി പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അവർ 8-ാം തീയതിയേക്ക് മാറ്റിവെച്ചതായിരുന്നില്ല. അവർക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആദർശ വ്യതിയാന ചർച്ചകൾ മാത്രമല്ല അവിടെ കടന്നു വരിക എന്നവർക്കറിയാം. ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ സംവാദത്തിൽ ചർച്ചയാകുമെന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് 1-ാം തീയതി സംവാദത്തിന് വന്നപ്പോൾ മടവൂർ വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ ഹദീസിന്റെ ശറഹുകൾ മുഴുവനും എടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഫത്ഹുൽ ബാരിയുടെ മുഴുവൻ സെറ്റും കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. 2002 ആദർശവും അല്ലെങ്കിൽ കേസും ഫത്ഹുൽ ബാരിയിൽ കാണുകയില്ലല്ലോ. അപ്പോൾ ഹദീസ് ചർച്ചയാകുമെന്ന് അവർക്കറിയാം. പക്ഷേ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ 8-ാം തീയതി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ 8-ാം തീയതി ഇന്ന് വന്നു. ആ തുടക്കത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദമായ വിവരങ്ങൾ താജുദ്ദീൻ സലാഹി നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കും. അവസാനം ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ആ സംവാദം മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ മടവൂർ വിഭാഗത്തിനുള്ള അഡ്രസ്, ഇപ്പോൾ നിലവിലുള്ള അഡ്രസ് പോലും ഇല്ലാതെയാകുമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ അവർ വളരെ പ്ലാനിങ്ങോടുകൂടി ആ സംവാദം കലക്കുവാനും അത് നിർത്തിവെക്കുവാനും കളിക്കുന്ന കളികളാണ് നമ്മൾ അവസാനം കണ്ടത്. അവർ ആദ്യം തന്നെ 3 പ്രബന്ധങ്ങളാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിഷയാവതരകനായ അലി മദനി സാഹിബ് അദ്ദേഹം എഴുതിക്കൊണ്ടുവന്ന് വായിച്ചിരിക്കുകയാണ് പ്രബന്ധം. സാധാരണയായി
ഏതെങ്കിലും സെമിനാറുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു പ്രഭാഷണങ്ങളിലോ ഒക്കെ ഉണ്ടാകുന്നത് പോലെ എഴുതി വായിക്കുകയാണ് സംവാദത്തിൽ പ്രബന്ധം. അത് കഴിഞ്ഞു രണ്ടാമതായിക്കൊണ്ട് സംസാരിക്കാൻ എഴുന്നേറ്റുന്ന കുഴിപ്പുറം സുല്ലമിയും ഒരു പ്രബന്ധം വായിക്കുകയാണ് ചെയ്തത്. അയാൾ എഴുതി കൊണ്ടുവന്നത് അയാൾ വായിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. മൂന്നാമതായിക്കൊണ്ട് സംസാരിക്കാൻ അസീസ് മദനി, അയാളും താൻ എഴുതി കൊണ്ടുവന്നിരിക്കുന്ന പ്രബന്ധം വായിച്ചു. ഇതവർ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. ഈ 3 പ്രബന്ധവും കഴിഞ്ഞാൽ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ഈ സംവാദം കലക്കണം. ഇതവർ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. അബ്ദുസ്സലാം സുല്ലമിയുടെ ബുഖാരി പരിഭാഷ ആദ്യം തന്നെ എടുത്തവർ മേശപ്പുറത്ത് വച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അലി മദനിയുടെ വിഷയാവതരണത്തിൽ ആ പരിഭാഷ എന്തെങ്കിലും വായിക്കുമെന്ന്. വായിച്ചില്ല. രണ്ടാമത് സംസാരിക്കുന്ന ആൾ അയാൾ ആ പരിഭാഷ എന്തെങ്കിലും ഉദ്ധരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവിടെ ഉണ്ടായില്ല. അങ്ങനെ അവർ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന 3 പ്രബന്ധങ്ങളും അവിടെ അവസാനിച്ചതിന് ശേഷമാണ് കരിമ്പിലാക്കൽ മൗലവി എഴുന്നേറ്റ് നിൽക്കുന്നത്. അയാൾ എഴുന്നേറ്റ് നിന്ന് ഞാൻ പെരുങ്കള്ളനാണ്, ഞാൻ അബ്ദുസ്സലാം സുല്ലമിയുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ സംവാദം നിർത്തിവെക്കുവാൻ കുതന്ത്രം പയറ്റുന്നത്. ഞാൻ ഒരു കളവും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഞാൻ കളവ് പറഞ്ഞതാണെന്ന് ആരോപിച്ചിരുന്ന അയാൾ എനിക്ക് സംസാരിക്കാൻ കൃത്യമായി കൊണ്ട് സംവാദത്തിന്റെ വ്യവസ്ഥയിൽ അവകാശപ്പെട്ട 10 മിനിറ്റ് പോലും എന്നെ സംസാരിക്കാൻ അനുവാദിക്കാതെ എന്റെ സംസാരത്തെ മനഃപൂർവ്വം തടയുവാൻ വേണ്ടി കുതന്ത്രം കളിക്കുകയും വീസികൾ ഇറക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഞാൻ എന്താണ് എഴുതിയതെന്നും അത് കളവാണോ എന്നും അബ്ദുസ്സലാം സുല്ലമിയുടെ വിശ്വാസം എന്താണ് എന്നും കൃത്യമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാം. അതിനു മുമ്പ് നമ്മൾ ഒന്നാമത്തെ സംവാദത്തിൽ മുതൽ ചോദിച്ചിരുന്നു, അബ്ദുസ്സലാം സുല്ലമി അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ അബ്ദുസ്സലാം സുല്ലമി എന്ന വ്യക്തിയല്ല. അവർ ഔദ്യോഗികമായി കൊണ്ട് പുറത്തിറക്കിയിട്ടുള്ള അത്തൗഹീദ് മാസികയിൽ സംഗീതവും സംഗീതോപകരണങ്ങളും എന്ന തലവാചകത്തിന്റെ ചുവട്ടിൽ വിശ്വാസവും അതുപോലെ തന്നെ സൽക്കർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു എന്ന ഈ പ്രസ്താവന ഉയർത്തി കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഇങ്ങനൊരു ആയത്ത് നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് നമ്മൾ കഴിഞ്ഞ സംവാദത്തിൽ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. എന്നാൽ ആ ചോദ്യം അവരെ നല്ലവണ്ണം ക്ഷീണിപ്പിക്കുകയും അവസാനം ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അബ്ദുസ്സലാം സുല്ലമിയുടെ അടുക്കലേക്ക് പോയി. അബ്ദുസ്സലാം സുല്ലമിയുടെ വീട്ടിൽ ചെന്നു, ആയത്ത് ചോദിച്ചു. അദ്ദേഹം ആയത്ത് പറഞ്ഞുകൊടുത്തു. ആ ആയത്ത് പറഞ്ഞുകൊടുത്തത് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞുകൊടുത്ത ആയത്ത് ഇതാ കരിമ്പിലാക്കൽ മൗലവി സംവാദത്തിൽ ഓതുകയാണ്. നിങ്ങൾ ആ ആയത്തൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് ഇവിടെ വിഷയം? അബ്ദുസ്സലാം സുല്ലമി എഴുതിയത് എന്താണ്? വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു എന്നാണ്. അതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ഇവർ ഓതുന്ന ആയത്ത് എന്താണ് എന്ന് നിങ്ങൾ ആദ്യം കേൾക്കുക. സംവാദത്തിൽ നിന്ന് ഇന്ന് ഓതിയ ആയത്താണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേട്ടോളൂ. സൂറത്ത് ശുഅറയിലെ അവസാനത്തെ 4 ആയത്തുകൾ വായിച്ചു നോക്കാനാ പറഞ്ഞത്. വായിച്ചു നോക്കിക്കൂടെ? അതിന്റെ പരിഭാഷയിൽ അതിന്റെ വ്യാഖ്യാനത്തിൽ നിങ്ങളുടെ നേതാവ് കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ എഴുതിയത് വായിച്ചു നോക്ക്. എന്നിട്ട് കിട്ടിയിലേക്ക് പറ. അതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ കിതാബുൻ നിക്കാഹിൽ നിന്നും ഇമാം മുസ്ലിമിന്റെ ഫലായിലു സുഹാബ എന്ന ഭാഗത്തു നിന്നും ആ ഹാർമോണിയവുമായി ബന്ധപ്പെട്ട ഹദീസ് തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ? നിങ്ങൾ വായിച്ചു നോക്കിക്കൂടെ? ഇല്ലെങ്കിൽ പറ. അതിൽ വായിച്ചിട്ട് കണ്ടില്ല, കിട്ടിയില്ല, അങ്ങനെ മനസ്സിലായെന്ന് പറ. അപ്പോൾ വായിച്ചതാ. പക്ഷേ എന്തു വേണം? അതിന് പ്രത്യേക സമയം വേണം. ഈ സമയം മതിയാവില്ല. 2 മിനിറ്റ് 3 മിനിറ്റ് മതിയാവില്ല. ആ ആയത്തുകളും ആ ഹദീസുകളും വായിച്ച് ഇതാ മധ്യസ്ഥന്മാർ പ്രത്യേക സമയം തന്നാൽ അത് വായിച്ചാൽ തരും. അപ്പൊ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ ഒരു വലിയ അപരാധം എഴുതി വിടുക. ആ അപരാധം പിടികൂടിയപ്പോൾ ആയത്ത് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ സൂറത്തു ശുഅറയിലെ അവസാനത്തെ 4 ആയത്ത് നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞു. അവരോട് വായിക്കാൻ അവർക്കിന്ന് 90 മിനിറ്റ് സമയം പൂർണ്ണമായി കിട്ടിയിട്ടുണ്ട്. നമുക്കാണ് സമയം കിട്ടാതെ പോയത്. അവർക്ക് 90 മിനിറ്റ് സമയം കിട്ടിയിട്ട് 4 ആയത്തോതാൻ എത്ര മിനിറ്റ് വേണം ലത്തീഫ് മൗലവി? 2 ഹദീസുകൾ നിങ്ങൾ പറഞ്ഞല്ലോ, ബുഖാരിയിലും മുസ്ലിമിനുണ്ട് ഹാർമോണിയത്തിന്റെ ഹദീസ്. 2 ഹദീസ് വായിക്കാൻ 90 മിനിറ്റ് വേണോ?
4 ആയത്തോതാൻ 4 മിനിറ്റ് പോലും ആവശ്യമില്ല എന്നിരിക്കെ, 2 ഹദീസ് വായിക്കാൻ 2 മിനിറ്റ് പോലും ആവശ്യമില്ല എന്നിരിക്കെ നിങ്ങൾ ആയത്ത് ഓതിയെന്ന് നിങ്ങളുടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സൂറത്ത് ശുഅറയിലെ അവസാനത്തെ 4 ആയത്തുകൾ നോക്കാൻ വേണ്ടി പറഞ്ഞു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തായാലും നമ്മുടെ ചോദ്യം, അബ്ദുസ്സലാം സുല്ലമിയിൽ എഴുതിയതെന്താണ്? വിശ്വാസവും സൽക്കർമ്മവും ഉള്ളവനാണെങ്കിൽ അവന് സംഗീതം അനുവദനീയമാണെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട് എന്നാണ്. എന്നാൽ ഈ സൂറത്ത് ശുഅറയിന്റെ അവസാന ഭാഗത്തുള്ള ആയത്ത് എന്താണ്? അയാൾക്കോതാൻ മടിയുണ്ടെങ്കിൽ നമുക്കോതാം, അള്ളാഹുവിന്റെ ഖുർആനല്ലേ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, വശ്ശുഅറാഉ യത്തബിഉൽ ഗാവൂൻ അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ അന്നഹും യഖൂലൂന മാ ലാ യഫ്അലൂൻ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വദക്കറുല്ലാഹ കസീറൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്താണ്. അതായത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും അതുപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ നൽകിയ വിശദീകരണം വായിക്കാനാണല്ലോ ലത്തീഫ് മൗലവി പറഞ്ഞിട്ടുള്ളത്. കേട്ടാൽ തോന്നും ആ 2 പണ്ഡിതന്മാരും ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ആ സംഗീതവുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സംഗീതത്തിന്റെ ആ ആയത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഈ വിഷയത്തിലോ അല്ലെങ്കിൽ ആയത്തിന്റെ വിശദീകരണത്തിലോ തഫ്സീറിലോ സംഗീതമെന്ന വാക്ക് പോലും ഇല്ല. ഇതാണ് കാപട്യം, ഇതാണ് കളവ്. ഓ ലത്തീഫ് മൗലവി, കളവ് പറഞ്ഞത് ഞാനല്ല, നിങ്ങളാണ് അള്ളാഹുവിന്റെ കിതാബിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളാണ് അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ചെറിയ മുണ്ടവും അതുപോലെ തന്നെ പറപ്പൂരും കൊടുത്ത അടിക്കുറിപ്പ് നിങ്ങൾ കേൾക്കണം. കവിത ഒരു മാധ്യമമാണ്. നന്മ പോഷിപ്പിക്കുവാനും തിന്മ വളർത്തുവാനും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സമൂഹത്തോട് തങ്ങൾക്കൊരു കടപ്പാടുമില്ലെന്നും തങ്ങൾക്ക് സുന്ദരമായി തോന്നുന്നതെന്നും ആവിഷ്കരിക്കാനുള്ളതാണ് സാഹിത്യമെന്നുമുള്ള കാഴ്ചപ്പാട് ഇന്നത്തെ പോലെ അന്നും കവികളെ ഏറെ സ്വാധീനിച്ചിരുന്നു. അഴിഞ്ഞാടുന്ന ലൈംഗികതയും അപവാദവും സ്വഭാവഹത്യവുമൊക്കെയായിരുന്നു അന്ന് പല കവികളുടെയും പ്രമേയം. സത്യനിഷേധികൾ കൂലിക്കെടുത്ത കവിതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപഹസിച്ചുകൊണ്ട് കവിതകൾ രചിക്കുകയുണ്ടായി. ഇതാണ് 224 മുതൽ 227 കൂടിയ വചനങ്ങളുടെ അവതരണ പശ്ചാത്തലം. ഇതിലെവിടെയാണ് സംഗീതമുള്ളത്? സഹോദരങ്ങളെ, ഞാൻ ചോദിച്ചത്, നിങ്ങൾ എഴുതിയത് സംഗീതം അനുവദനീയമാണെന്നാണ്. എന്നാൽ ഈ പരിഭാഷയിലുള്ളത് സംഗീതമല്ല, കവിതയാണ്. കവിതയെപ്പറ്റി നിങ്ങൾ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതിയിട്ടുള്ളത് സംഗീതത്തെക്കുറിച്ചാണ്. അതാണ് ചോദ്യം വന്നത്. സംഗീതത്തെപ്പറ്റി ചോദിക്കുമ്പോൾ കവിത പറയുന്നു. അരിയെത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞായി എന്നാണ് മറുപടി. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണിത്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ അള്ളാഹുവിന്റെ ഖുർആനിന്റെ പേരിൽ ഇവർ കളവ് പറഞ്ഞിട്ടുണ്ട്. ആ കളവ് ഞങ്ങൾ സംവാദത്തിൽ പിടിച്ചിട്ടുണ്ട്. അത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അനുയായികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിലും ഒരു കളവ് കൂടി പറഞ്ഞു. അതേപോലെ തന്നെ ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷയുടെ പേരിൽ വീണ്ടും കളവ് പറഞ്ഞു. ഇങ്ങനെ അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ കളവ് പറയുന്ന ആൾ ഞാൻ കളവ് പറഞ്ഞു എന്ന് ഇല്ലാത്ത കളവ് പറയുമെങ്കിൽ അതൊരിക്കലും അസംഭവ്യമല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആൻ പേരിന് കളവുണ്ട്. രണ്ടാമത് മ്യൂസിക്കിന്റെ ഹദീസ് ചോദിച്ചു, ഹാർമോണിയത്തിന്റെ ഹദീസ് ചോദിച്ചിരുന്നു നമ്മൾ കഴിഞ്ഞ സംവാദത്തിൽ. സഹാബത്തിന്റെ വീട്ടിൽ അതിഥികൾ വന്നാൽ ഹാർമോണിയം ഉപയോഗിച്ചുകൊണ്ട് പാട്ട് പാടാറുണ്ടായിരുന്നു. ബുഖാരി. ഞങ്ങൾ ചോദിച്ചു, ഏത് ബുഖാരിയിലാണതുള്ളത്? ഇവിടെ ബുഖാരിയുടെ കിതാബ് പറഞ്ഞു, ഹദീസ് വായിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് 90 മിനിറ്റ് ഇന്നത്തെ സംവാദത്തിൽ കിട്ടിയിട്ടും എന്തുകൊണ്ട് ഹദീസ് വായിക്കാൻ ലത്തീഫ് മൗലവി തയ്യാറായില്ല? അതുപോലെ തന്നെ വിഷയം അവതരിച്ചുകൊണ്ട് സംസാരിച്ച അലിമദലി സാഹിബ് തയ്യാറായില്ല. അതേപോലെ തന്നെ കുടിപ്പുറം സല്ലിയ തയ്യാറായില്ല. അതേപോലെ തന്നെ അസീസ് മദനി തയ്യാറായില്ല. കാരണം അങ്ങനെ ഒരു ഹാർമോണിയത്തിന്റെ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ഇല്ല. അങ്ങനെ ഒരു ഹാർമോണിയത്തിന്റെ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ഇല്ല. അത് പച്ചക്കള്ളമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ആ സഹീഹുൽ ബുഖാരിയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ കളവിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇന്ന് മറ്റൊരു കളവ്. സഹീഹുൽ ബുഖാരിയുടെ പേരിൽ കളവ്. അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞു.
സ്വഹീഹുൽ ബുഖാരിയുടെ പേരിൽ കളവ് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നത്തെ എന്റെ വിഷയാവതരണത്തിൽ അവരുടെ അത്തൗഹീദിൽ എഴുതിവിട്ടിരിക്കുന്ന ഒരുപാട് കളവുകൾ ഞാൻ പിടികൂടിയിരുന്നു. പക്ഷെ അതിനെപ്പറ്റിയൊന്നും ലത്തീഫ് മൗലവിയോ അതുപോലെ തന്നെ അലിമദനി സാഹിബോ കുഴിപ്പുറം സുല്ലമിയോ മിണ്ടിയിട്ടില്ല. പിന്നെ സംവാദത്തിൽ ഹദീസ് നിഷേധത്തിന്റെ പരമ്പരകൾ 18ഓളം വിഷയങ്ങൾ ഞാൻ എന്റെ വിഷയാവതരണത്തിൽ എണ്ണി പറഞ്ഞു. നിങ്ങൾ സിറാത്തിനെ നിഷേധിച്ചിട്ടുണ്ട്, നിങ്ങൾ നുസൂലിനെ നിഷേധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞിരുന്നു. അതിനൊന്നും മിണ്ടാട്ടമില്ല. അവസാനം സംവാദം ഇങ്ങനെ മുന്നോട്ടു പോയാൽ ഇനി ചോദ്യോത്തര സെഷൻ കൂടി വരികയാണെങ്കിൽ മർക്കസു ദഅവ പൂട്ടി പോകേണ്ടി വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അവർ പ്ലാൻ ചെയ്തു വന്നതാണ് ഈ സംവാദം കലക്കണമെന്ന്. അതിനവർ എന്റെ ഒരു വാചകം ആ സന്ദർഭത്തിൽ നടത്തി മാറ്റിയെടുത്ത് അതിന്റെ തലയും പാലും വെട്ടിമുറിച്ച് ലത്തീഫ് മൗലവി അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യം എന്റെ പേരിൽ ലത്തീഫ് മൗലവി പറയുന്ന ആരോപണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിന് സലാം സുല്ലമിയുടെ കിതാബ് എടുത്ത് ഉദ്ധരിക്കുന്നു എന്ന വ്യാജേനയാണ് ഉദ്ധരിച്ചത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. എന്നാൽ ചേകനൂസ്തിലേക്ക് ചേക്കാറാൻ തയ്യാറായി നിൽക്കുന്ന ചിലർ ഈ വിഷയത്തിൽ എഴുതിയ ചില വരികൾ കൂടി നമുക്ക് വിശകലനം ചെയ്യാം. ഖബറിലെ ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഹദീസിനെ കുറിച്ച് മടവൂരി നേതാവ് എഴുതുന്നത് നോക്കുക. പരിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം. ഡോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം തന്റെ സംസാരം തുടങ്ങുന്നത് തന്നെ, അയാളുടെ സംസാരം തുടങ്ങുന്നത് തന്നെ സലാം സുല്ലമിയുടെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതിനെ വ്യാജേന എന്ന കളവ് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ അബ്ദുസ്സലാം സുല്ലമിയുടെ പുസ്തകത്തിൽ തന്നെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഒരു നുണ പറഞ്ഞുകൊണ്ടാണ് അയാളുടെ ആരോപണം തുടങ്ങുന്നത്. ഇനി സഹോദരങ്ങളെ, ഇതിൽ അയാൾ പറഞ്ഞതെന്താ? ഞാൻ കട്ടുമുറിച്ചു എന്ന. ഞാൻ ഈ ഉദ്ധരണിയിൽ കട്ടുമുറിച്ചുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ആ കട്ടുമുറിച്ച ഭാഗം അയാൾ വായിക്കട്ടെ, കേട്ടോളൂ. ഇടക്കുള്ള ഭാഗം ഒഴിവാക്കി നർത്ഥം. എന്നിട്ട് വിശ്വാസകാര്യങ്ങൾക്ക് ഹദീസ് സ്വഹീഹായാൽ പോലും ഇത്തരം ഹദീസുകൾ അടിസ്ഥാനമാക്കുവാൻ പാടില്ലെന്ന് സർവ്വ ഹദീസ് പണ്ഡിതന്മാരും സമ്മതിക്കുന്നുണ്ട്. ബുഖാരി പരിഭാഷ അബ്ദുസ്സലാം സുല്ലമി 2/202. ഇതില് ഇദ്ദേഹം ഡോട്ടിട്ട് വെച്ച് മാറ്റിവെച്ചിരിക്കുന്ന ഭാഗമാണ് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ ഞാൻ ഒഴിവാക്കിയ ഭാഗമാണ് ഈ ചർച്ചയുടെ മർമ്മപ്രധാനമായ ഭാഗമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അയാൾ തന്റെ കൂട്ടിമാറ്റം നടത്തുന്നത്. ഞാൻ ഈ ഹദീസ് മുഴുവൻ വായിക്കാം. ഇതാ അബ്ദുസ്സലാം സുല്ലമിയുടെ ബുഖാരി പരിഭാഷ 2ാം വാള്യത്തിലെ 202ാമത്തെ പേജ്. അതിൽ കൊടുത്ത ഹദീസ് എന്താ? മയ്യത്ത് ചെരുപ്പിന്റെ കരച്ചിൽ കേൾക്കൽ. അനസ് റളിയല്ലാഹു നിവേദനം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു മനുഷ്യനെ അവന്റെ ഖബറിൽ വെച്ച് അവന്റെ ബന്ധുക്കൾ പിരിഞ്ഞുപോയി. അവരുടെ ചെരുപ്പിന്റെ കരച്ചിൽ ഇവന് കേൾക്കാൻ കഴിയുന്ന ദൂരം വരെ അവർ എത്തിക്കഴിഞ്ഞാൽ 2 മലക്കുകൾ വന്ന് അവനെ പിടിച്ചിരുത്തി ചോദിക്കും, ഈ മനുഷ്യൻ അഥവാ മുഹമ്മദിനെ സംബന്ധിച്ച് നീ എന്താണ് പറഞ്ഞിരുന്നത്? അവൻ പറയും, അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനും ദാസനുമാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ പറയപ്പെടും, അതാ നരകത്തിൽ നിന്റെ ഇരിപ്പിടം നോക്കൂ. അതിന് പകരമായി അള്ളാഹു സ്വർഗത്തിൽ നിനക്കൊരു ഇരിപ്പിടം തന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോൾ ആ 2 ഇരിപ്പിടങ്ങളും അവൻ നോക്കിക്കാണും. സത്യനിഷേധി അല്ലെങ്കിൽ കപടവിശ്വാസി പറയും, എനിക്ക് യാഥാർത്ഥ്യം അറിയില്ല. ജനങ്ങൾ പറയും പോലെ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നു. അവനോട് മലക്കുകൾ പറയും, നീ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുകയോ വായിച്ചു പഠിക്കുകയോ ചെയ്തില്ല. പിന്നെ ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ട് അവർ അവന്റെ ചെവികൾക്കിടയിൽ അടിക്കും. അപ്പോഴവൻ ഉച്ചത്തിൽ നിലവിളിക്കും. ജിന്നുകളും മനുഷ്യനും ഒഴിച്ച് അവനടുത്തുള്ള എല്ലാ വസ്തുക്കളും അത് കേൾക്കുന്നതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുസ്സലാം സുല്ലമി എഴുതുന്ന വാചകം കേട്ടോളൂ. ഇത് ഏകദേശം 1/2 പേജോളമുണ്ട്. ഞാൻ എന്റെ ലേഖനത്തിൽ ആ വിഷയ സംബന്ധിയായ വാചകം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിനാണ് ഇയാൾ കട്ടുമുറിച്ചെന്ന് പറഞ്ഞു. കേട്ടോളൂ, ഞാൻ മുഴുവൻ വായിച്ചുതരാം. ഞാൻ ഒരിക്കലും കട്ടുമുറിച്ചിട്ടില്ല. മാത്രമല്ല, ആ കട്ടുമുറിച്ച അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കിയ ഭാഗത്തിൽ നിന്ന് ഇയാൾ ഖബർ ശിക്ഷയെ നിഷേധിക്കില്ല എന്ന വാദവും കിട്ടില്ല. ഇനി കേട്ടോളൂ, ഇയാൾ കൊടുക്കുന്നത് എന്താ? മനുഷ്യൻ മരണപ്പെട്ടത് മുതൽ പുനർജീവിക്കുന്നവരെയുള്ള കാലഘട്ടത്തിലാണ് ഖബർ ജീവിതം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ പൊതുവായ നിലക്ക് കബറടക്കം ചെയ്യുകയും ബന്ധുക്കൾ പിരിഞ്ഞു പോവുകയും മയ്യത്തിന് ജീവനുണ്ടായിരുന്നുവെങ്കിൽ
അവരുടെ ചെരുപ്പിന്റെ കരച്ചിൽ ഇതിലുള്ളതുപോലെ ഞാൻ വായിക്കാൻ, അവരുടെ ചെരുപ്പിന്റെ കരച്ചിൽ അയാൾക്ക് കേൾക്കുവാൻ സാധിക്കുന്ന ദൂരം വരെ അകലുകയും ചെയ്യുവാൻ എത്ര സമയം വേണ്ടിവരുമോ ഈ സമയത്തിന് ശേഷം സർവ്വ മനുഷ്യർക്കും അവന്റെ ആത്മാവിന് ബർസഖിയായി ലോകത്ത് അനുഭവപ്പെടുന്ന സ്വപ്നരൂപത്തിലുള്ള ഒരു തരം അനുഭൂതിയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അവ ഖബർ ശിക്ഷയുണ്ട് എന്ന ഹദീസിനെയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അത് ബർസഖിയായ ലോകത്തുള്ള സ്വപ്നരൂപത്തിലുള്ള ഒരു തരം അനുഭൂതി മാത്രമാണ്. ഖബർ ശിക്ഷ ഒരിക്കലും ശാരീരികമല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഞാൻ ചോദിക്കട്ടെ, ഇത് എഴുതി വിട്ടിരിക്കുന്ന അബ്ദുസ്സലാം സുല്ലമി അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഖബർ ശിക്ഷ മുഴുവനായിക്കൊണ്ടും അംഗീകരിക്കുന്നുണ്ടോ? എങ്കിൽ എന്തിനാണ് ഇവിടെ സ്വപ്നരൂപത്തിലുള്ള ഒരു തരം അനുഭൂതിയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്? തീർന്നിട്ടില്ല. അവനെ പിടിച്ചിരുത്തുന്നതായും ചോദ്യം ഉന്നയിക്കുന്നതായും ഒരു ഇരുമ്പ് തണ്ട് കൊണ്ട് അവനെ അടിക്കുന്നതായുമെല്ലാം അവന്റെ ആത്മാവിന് അനുഭവപ്പെടും. ഹദീസിൽ കൃത്യമായി കാണാം, യുആദുറുഹു ഇലാ ജസദിഹി, അവന്റെ ശരീരത്തിലേക്കാണ് അവന്റെ ആത്മാവ് മടങ്ങുന്നത്. ഖബർ ശിക്ഷ ശാരീരികം തന്നെയാണ്. പക്ഷെ അതിനെ ഇയാൾ ഇവിടെ നിഷേധിച്ചുകൊണ്ട് പറയുന്നു അവന്റെ ആത്മാവിന് അനുഭവപ്പെടുന്നു. എന്നിട്ടാണ് ഞാൻ കൊടുത്ത വാചകം അയാൾ പറയുന്നത്. എന്നിട്ട് ഖബർ ശിക്ഷ ആത്മീയമാണ് ആദ്യം പറഞ്ഞു, അത് സ്വപ്നരൂപത്തിലുള്ളതാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയട്ടെ, പരിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം. ഏത് ഹദീസ്? ഈ ഖബറിൽ ശിക്ഷയുണ്ടെന്നും ആ ഖബറിൽ ദണ്ഡ് കൊണ്ട് അടികിട്ടുമെന്നുമുള്ള ഹദീസിനെ വിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് അതിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം. ഖബർ ശിക്ഷ അംഗീകരിക്കുന്ന ഒരാളുടെ നാവിലൂടെ വരുന്ന വർത്തമാനമാണോ അത് ഖബറിലുള്ള ശിക്ഷയെ അനുഭൂതിയാക്കിക്കൊണ്ട് ചിത്രീകരിക്കുന്നു? അതേപോലെ തന്നെ ആ അനുഭൂതിക്ക് പുറമേ ഇനി അങ്ങനെ ഹദീസ് സഹിയാണെങ്കിൽ തന്നെ അത് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ എടുത്തുകൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകം ഞാൻ ഒഴിവാക്കിയെന്ന. എന്താ അതിലുള്ളത്? ഇനി കേട്ടോളൂ. മരണപ്പെട്ടവർ കേൾക്കുന്നതിന് ഈ ഹദീസ് രേഖയല്ല. അമുസ്ലിങ്ങൾക്കും ഈ അനുഭൂതി ഉണ്ടാകുമെന്ന് ഹദീസിൽ പറയുന്നു. അപ്പോൾ അമുസ്ലിം മരണപ്പെട്ടാലും അവരെ വിളിച്ചാൽ കേൾക്കുമെന്ന് പുരോഹിതന്മാർ സമ്മതിക്കേണ്ടി വരും. ഇത് ഈ ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം അതിപ്രധാനമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. ഞാൻ ചോദിക്കട്ടെ, കരിമ്പിലാക്കൽ മൗലവി, ഈ വാചകത്തിൽ നിന്ന് എവിടെയാണ് അബ്ദുസ്സലാം സുല്ലമി ഖബർ ശിക്ഷ ആത്മീയമല്ല അത് ശാരീരികം തന്നെയാണെന്ന് പറഞ്ഞ് എവിടെയാണ്? നിങ്ങളത് തെളിയിക്കണം. ഇത് ഞാൻ വായിച്ചാൽ എനിക്ക് 10 മിനിറ്റ് കൂടി അവസരം തന്നാൽ ഇത് ഞാൻ പൂർണ്ണമായി കൊണ്ട് വായിക്കുമെന്ന് ലത്തീഫ് മൗലവിക്കറിയാം. കാരണം എന്റെ കയ്യിൽ ബുഖാരി പരിഭാഷയുണ്ട്. അത് ഞാൻ വായിച്ചാൽ ഈ ലത്തീഫ് മൗലവിയാണ് പെരുങ്കള്ളനെന്ന് ആളുകൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കാതിരിക്കാനാണ് എന്റെ 10 മിനിറ്റ് അവർ തടഞ്ഞു വെച്ചു, എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇനി വിശ്വാസകാര്യങ്ങൾക്ക് ഹദീസ് സ്വഹീഹായാൽ പോലും ഇത്തരം ഹദീസുകൾ അടിസ്ഥാനമാക്കുവാൻ പാടില്ലെന്ന് സർവ്വ പണ്ഡിതന്മാരും ഹദീസ് പണ്ഡിതന്മാരും സമ്മതിക്കുന്നുണ്ട്. ഖബർ ശിക്ഷയെ സലാം സുല്ലമി അംഗീകരിക്കുകയാണോ ചെയ്തത്, അതല്ല നിഷേധിക്കുകയാണോ ചെയ്തത്? വിശുദ്ധ ഖുർആന്റെ മൗലിക തത്വങ്ങൾക്കെതിരായിക്കൊണ്ട് അതിനെ വിമർശിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. 1, അത് കേവലം അനുഭൂതിയാണെന്ന് പറഞ്ഞു. 2, മൂന്നാമത്തെ വിഷയം അത് ഹദീസ് സ്വഹീഹാണെങ്കിൽ പോലും ഈ ഹദീസ് വിശ്വാസത്തിന് പറ്റില്ല, അത് ഖബറുൽ ആഹാദാണ്. ഇനി നിഷ്പക്ഷ ബുദ്ധിയുള്ള ആളുകൾ പറയട്ടെ, എന്റെ 10 മിനിറ്റ് സംസാരത്തിൽ ഈ വാചകം വന്നാൽ അബ്ദുസ്സലാം സുല്ലമി ഖബർ ശിക്ഷയെ അനുകൂലിക്കുകയാണോ അതല്ല പ്രതികൂലിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ആളുകൾ മനസ്സിലാക്കും. ഇനിയോ ലത്തീഫ് മൗലവി, അയാളുടെ കൈവശം ഈ ബുഖാരി പരിഭാഷയുണ്ട്. അയാൾ എന്റെ വാചകമായി കൊണ്ട് വായിക്കുന്നതിന്റെ തൊട്ടുമുന്നിലുള്ള വാചകം അയാൾ കട്ടുമുറിച്ചുകൊണ്ടാണ് വായിച്ചിട്ടുള്ളത്. ആരാണ് ലത്തീഫ് മൗലവി? പെരുങ്കള്ളൻ. അബ്ദുസ്സലാം സുല്ലമി പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാന മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കപ്പെടാൻ സാധ്യതയെന്ന് പറഞ്ഞത് ഈ ചെരുപ്പ് കേൾക്കുന്നതിനെ പറ്റിയാണോ അതോ അടികിട്ടുന്നതിനെ സംബന്ധിച്ചാണോ? ഏതാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ? അവനെ പിടിച്ചിരുത്തുന്നതായും ചോദ്യം ഉന്നയിക്കുന്നതായും ഒരു ഇരുമ്പ് തണ്ട് കൊണ്ട് അവനെ അടിക്കുന്നതായുമെല്ലാം അവന്റെ ആത്മാവിന് അനുഭവപ്പെടും.
എന്നിട്ടാണ് സലാം സുലൈം ഇത് പറയുന്നത്. ഞാൻ ഒരിക്കലും കട്ടുമുറിച്ചിട്ടില്ല. അബ്ദുസ്സലാം സുലൈം ഉന്നയിക്കാത്ത ആദർശം, അബ്ദുസ്സലാം സുലൈം പറയാത്ത ആദർശം ഞാൻ പറഞ്ഞിട്ടില്ല. അത് എന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് എന്നെ പെരുങ്കള്ളനാക്കി സംവാദം നിർത്തിവെക്കുവാൻ വേണ്ടി കളിച്ച കുതന്ത്രമാണ്. ഇത് ഏത് സാധാരണക്കാരനും അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയമൊന്നും അറിയാത്ത, നമ്മുടെ സംവാദം കേട്ടിട്ടില്ലാത്ത, അബ്ദുസ്സലാം സുലൈമിയെ പരിചയമില്ലാത്ത, അതുപോലെ തന്നെ എന്നെ പരിചയമില്ലാത്ത ഒരു നിഷ്പക്ഷ ബുദ്ധിയായ മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ ഈ പുസ്തകം വെച്ചുകൊണ്ട്, ഈ വാചകം വായിച്ചുകൊണ്ട് നിങ്ങൾ അയാളോട് ചോദിച്ചു നോക്കൂ, ഇത് എഴുതിയ ആൾ ഖബറിൽ ശിക്ഷയുണ്ടെന്ന് അംഗീകരിക്കുകയാണോ ചെയ്തത്, അതല്ല നിഷേധിക്കുകയാണോ, അതല്ല ആത്മീയമാണെന്ന് പറയുകയാണോ ചെയ്യുന്നത്? ഏതൊരു നിഷ്പക്ഷ ബുദ്ധിക്കും ഇത് മനസ്സിലാകും. ഞാൻ ചോദിക്കട്ടെ, ഖബറിൽ ശിക്ഷയുണ്ടെങ്കിൽ അത് ശാരീരികമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഹാഹാദ എന്ന് പറഞ്ഞ് നിങ്ങൾ തട്ടുന്നത്? വിശുദ്ധ ഖുർആൻ സൂചനയുള്ള വിഷയമല്ലേ? അപ്പൊ നിങ്ങൾക്ക് നിഷേധമുണ്ട്. അത് ഞാൻ വായിച്ചാൽ നിങ്ങളുടെ വാദം പൊളിഞ്ഞ് പാളീസാകും. ആരാണ് പെരുങ്കള്ളൻ നിങ്ങൾക്ക് വ്യക്തമാകും. അതിന് എന്നെ അനുവദിക്കാതെ എന്റെ സംസാരത്തിൽ ഇടങ്കോലിട്ടുകൊണ്ട് അത് എന്റെ സംസാരത്തെ തടയുകയാണ് ലത്തീഫ് മൗലവി ചെയ്തിട്ടുള്ളത്. ഇനി മാത്രമല്ല, അത് വീണ്ടും പറഞ്ഞു കേട്ടോളൂ. ആ ഭാവുടമായി ശരാം. പരിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം. ബാക്കി കേട്ടോക്കൂ. മരണപ്പെട്ടവർ കേൾക്കുന്നതിന് ഈ ഹദീസ് രേഖയല്ല. അമുസ്ലിങ്ങൾക്കും ഈ അനുഭൂതി ഉണ്ടാകുമെന്ന് ഹദീസിൽ പറയുന്നു. അപ്പോൾ അമുസ്ലിങ്ങൾ മരണപ്പെട്ടാലും അവരെ വിളിച്ചാൽ കേൾക്കുമെന്ന് പുരോഹിതന്മാർ സമ്മതിക്കേണ്ടി വരും. ഈ ഭാഗമായി വിട്ടത്, ആ ഭാഗമാണ് വിട്ടത് എന്ന് പറഞ്ഞാൽ സലാം സുലൈം വിമർശിക്കുന്നത് ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പിരിഞ്ഞു പോയാൽ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കുന്ന അകലത്തിലെത്തുമ്പോഴേക്ക് അവിടെ ശിക്ഷ അല്ലെങ്കിൽ വിചാരണ തുടങ്ങുമെന്ന് പറയുന്ന ഹദീസിനെ കുറിച്ച് അത് ഉപയോഗപ്പെടുത്തി സുന്നി പണ്ഡിതന്മാർ മരിച്ചുപോയവർ കേൾക്കുമെന്ന് വാദിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് വിഷയം വന്നത് ഖബർ ശിക്ഷ നിഷേധിച്ചുകൊണ്ടല്ല. അപ്പോ സലാം സുലൈമി വിമർശിച്ചിട്ടുള്ളത് ചെരുപ്പ് കേൾക്കുന്ന വിഷയം മാത്രം. പക്ഷെ ചെരുപ്പ് കേൾക്കുന്നതിന് മുമ്പാണ് അബ്ദുസ്സലാം സുലൈമി പറഞ്ഞ ഖുർആന്റെ തത്വത്തിൽ ഇത് എതിർക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതോ ചെരുപ്പ് കേൾക്കുന്ന വിഷയം പിന്നെയാണ് ലത്തീഫ് മൗലവി വരുന്നത്. ആ ചെരുപ്പടി കേൾക്കുന്ന വിഷയത്തിന്റെ മുമ്പാണ് അബ്ദുസ്സലാം സുലൈമി പറഞ്ഞത് പരിശുദ്ധ ഖുർആനിന്റെ മൗലിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാഥമിക ബുദ്ധി അടിസ്ഥാനത്തിലും ഈ ഹദീസിനെ പണ്ഡിതന്മാർ വിമർശനത്തിന് വിധേയമാക്കിയേക്കാം. അതേത് വിഷയത്തിലാ? ചെരുപ്പിന്റെ വിഷയത്തിലാണോ? അപ്പൊ നിങ്ങൾക്ക് നിഷേധമുണ്ട്. ഇനി മാത്രമല്ല, അദ്ദേഹം ഇത് എന്റെ ലേഖനത്തിൽ തന്നെ വീണ്ടും വായിക്കുന്ന കുറിപ്പിൽ നിങ്ങൾ കേട്ടോളൂ. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുന്ന ഹദീസിനെ കുറിച്ച് ഇയാൾ വീണ്ടും എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു ദർശനമാണിത്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ബുഖാരി പരിഭാഷ 2214. 2214 ഈ സാധനമില്ല. നിങ്ങൾക്ക് പേജ് തെറ്റിയതാണ് ഞാൻ പറഞ്ഞുതരാം. 218 ഉണ്ട് ഇല്ല പറഞ്ഞുതരാം. ഉള്ള എന്താ ഉള്ള പിന്നെ 218 നിന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഭാഗം 218 ആ 218 ഭാഗം എന്താ? ഇദ്ദേഹം എഴുതിയിരിക്കുന്ന വിഷയമല്ല, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന സംഗതിയല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതേ പറഞ്ഞെന്താ? ഖബർ ശിക്ഷയെന്ന് രക്ഷ തേടുന്ന ഹദീസിനെ കുറിച്ച് സലാം സുലൈമി എഴുതുന്ന പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതെന്താ? ഒരു ദിവസം സൂര്യൻ അസ്തമിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശബ്ദം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ജൂതന്മാർ അവരുടെ ഖബറുകളിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയാണ്. എന്നിട്ടാണ് ബാക്കി ഭാഗം. നബിക്കുണ്ടായ കേവലം ഒരു ദർശനമാണിത്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിനുശേഷമാണ് ഖബറിൽ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുന്ന ഹദീസ് ഉദ്ധരിക്കുന്നത്. മുമ്പല്ല. എന്താ ശേഷം ഉദ്ധരിച്ചത്? ഖാലിദിന്റെ പുത്രി നിവേദനം, ഖബറിലെ ശിക്ഷയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടുന്നത് അവൾ കേൾക്കുകയുണ്ടായി. 2 അബൂ ഹുറൈറ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്: അല്ലാഹുവേ, ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ജീവിതത്തിലെയും ചുറ്റി സഞ്ചരിക്കുന്ന ദജ്ജാലിന്റെ അസത്യവാദികളുടെ പരീക്ഷണങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ഈ 2 ഹദീസുകൾ കൊടുത്ത് അതിന്റെ അടിയിൽ ഒരു വ്യാഖ്യാനവും വര കൊടുത്തിട്ടില്ല. അപ്പോ ഇയാൾ കട്ടുമുറിച്ചതാണ്, വഞ്ചന നടത്തിയതാണ്, ചതി നടത്തിയതാണ്. ഇതിന് പറയുന്ന പേര് കളവ് എന്നാണെങ്കിൽ ഈ അബ്ദുൽ മാലിക് പെരും കള്ളനാണ്. അല്ലാഹു അക്ബർ. കടലങ്ങളുടെ സംസ്കാരം. ഞാൻ ചോദിക്കട്ടെ ലത്തീഫ് മൗലവി, ഞാൻ കൊടുത്തത് കൃത്യമാണ്. ഒരു കോട്ടിമാട്ടുകളും ഞാൻ നടത്തിയിട്ടില്ല. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിത ഇയാളിത് വായിച്ചല്ലോ ഹദീസ്. ഇയാളാണ് കോട്ടിമാട്ടം നടത്തിയിട്ടുള്ളത്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടൽ എന്നതാണ് ഹദീസിന്റെ ഹെഡിങ് തന്നെ.
അതാണ് ഞാൻ എഴുതി ഖബർ ശിക്ഷയിൽ രക്ഷ തേടൽ എന്ന ഹദീസിനെ സംബന്ധിച്ച് സലാസുലം എഴുതി എന്ന് പറഞ്ഞത്. ഇതാ ഖബർ ശിക്ഷയിൽ രക്ഷ തേടൽ എന്നീ അധ്യായത്തിലുണ്ട്. അത് ഇല്ലെങ്കിലാണ് ഞാൻ കളവ് പറഞ്ഞു കോട്ടിമാട്ടി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക. ഇനി മാത്രമല്ല, ഈ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടൽ എന്നതിന്റെ ചുവട്ടിൽ ആ ഹദീസിന് ശേഷമാണ് കേവലം ഒരു ദർശനമാണിത്. അപ്പോ ഇതിൽ ഈ ഹദീസ് കേൾക്കുമ്പോൾ എന്റെ സാധാരണക്കാർ ചിന്തിക്കണം, എന്താ ഹദീസ്? അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു ദിവസം സൂര്യൻ അസ്തമിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ജൂതന്മാർ അവരുടെ ഖബറുകൾ വെച്ച് ശിക്ഷിക്കപ്പെടുകയാണ്. അപ്പൊ ജൂതന്മാർക്ക് ഖബർ ശിക്ഷയുണ്ട് എന്ന ഹദീസിന്റെ ചുവട്ടിൽ അബ്ദുസ്സലാം സുലമി എഴുതുന്നു, എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ കേവലം ഒരു ദർശനമാണിത്. ഇനി കേട്ടോ, ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഏത്? ഖബറിൽ ശിക്ഷയുണ്ടെന്ന ഹദീസ് ഇമാം ബുഖാരി ധരിച്ച ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടൽ എന്ന അധ്യായത്തിൽ കൊടുത്ത ആ അധ്യായം ലത്തീഫ് മൗലവി കട്ടുമുറിച്ച് വായിച്ചു. ഞാൻ കൊടുത്തത് അങ്ങനെ തന്നെ സഹീഹ് ബുഖാരിയിലുണ്ട്. ഇല്ലെന്ന് നിങ്ങൾ സ്ഥാപിച്ചാലാണ് അത് കട്ടുമുറിക്കലാവുക. അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ സമയം തരാതിരുന്നത്. ഇത് വായിച്ചാൽ കഴിഞ്ഞില്ലേ? ഇനി മാത്രമല്ല, ഇതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നാമത്തെ ദിവസം 1-ാം തീയതി ഞങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങളിങ്ങനെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഖബർ ശിക്ഷയുടെ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യത നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ആ ആയത്തോതൂ എന്ന് ഞങ്ങൾ ഒരു ചോദ്യമായിക്കൊണ്ട് 1-ാം തീയതി ചോദിച്ചിരുന്നു. അന്ന് ലത്തീഫ് മൗലവി ഉദ്ധരിച്ചിട്ടില്ല. മാത്രമല്ല, ഞാൻ ഈ ലേഖനം എഴുതുന്നത് മാസങ്ങൾക്ക് മുമ്പാണല്ലോ. ആ ലേഖനമൊക്കെ ലത്തീഫ് മൗലവി വായിച്ച് പഠിച്ചിട്ടു തന്നെയാണ് ഞങ്ങളോട് സംവാദ വ്യവസ്ഥയ്ക്ക് അദ്ദേഹം വന്നത്. അപ്പോൾ ഈ വാചകം അദ്ദേഹം പറഞ്ഞിട്ടില്ല, മാലിക് പെരുങ്കള്ളനാണ്, അതുകൊണ്ട് നിന്നോട് സംവാദമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നലെ അത് കഴിഞ്ഞ് 1-ാം തീയതി അദ്ദേഹവുമായി കൊണ്ട് മണിക്കൂറുകളോടെ നമ്മൾ സംവാദം നടത്തി. അപ്പോഴും മാലിക് പെരുങ്കള്ളനാണെന്ന് പറഞ്ഞിട്ടില്ല. അവസാനം സംവാദത്തിൽ ഉത്തരം മുട്ടി ചോദ്യോത്തര സെഷൻ കൂടി വന്നു കഴിഞ്ഞാൽ മടപൂരിസം പൂട്ടി താക്കോല് വേറെ ആരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരുമെന്ന ഘട്ടം വന്നപ്പോൾ ഇനി നിർവാഹമില്ല. പണ്ട് എടമുട്ടത്ത് ഖുറാഫികൾ പറ്റിയ അതേ തന്ത്രം, കളവ് പറഞ്ഞു, സമ്മതിക്കൂല. അതൊരിക്കലും സഹോദരങ്ങളെ നീതിയല്ല. അതുകൊണ്ട് എന്റെ വിഷയം ഞാൻ എഴുതിയിട്ടുള്ളത് ഇനി നിഷ്പക്ഷരായ ആളുകൾ ചിന്തിക്കട്ടെ. ഖബർ ശിക്ഷയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഖബർ ശിക്ഷയിൽ രക്ഷ തേടൽ എന്ന അധ്യായത്തിൽ ഖബർ ശിക്ഷയുമായി കൊണ്ട് കൊടുത്തിട്ടുള്ള ഹദീസിനെ സംബന്ധിച്ച് ഇത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ ഖബർ ശിക്ഷയെ അംഗീകരിക്കുകയാണോ അതല്ല നിഷേധിക്കുകയാണോ? എങ്കിൽ അത് അംഗീകരിക്കുന്നവനാണെങ്കിൽ നിഷേധിക്കുന്നവരെങ്കിൽ ആ ആയത്ത് ഏതാണെന്ന് പറയണം. ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഖബർ ശിക്ഷയുടെ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യത എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ, ഒരിക്കലും അത് ന്യായമില്ല, അത് പറഞ്ഞെങ്കിൽ മാത്രമേ ആ വാദം ന്യായമായി പോയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ എഴുതിയത് വളരെ കൃത്യമാണ്. ഒരു കൃത്രിമവും ഞാൻ കാണിച്ചിട്ടില്ല, ഒരു കളവും ഞാൻ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഞാൻ വിട്ടു എന്ന ഭാഗം, ആ വിഷയത്തിൽ ഞാൻ ഭാഗം വിട്ടിട്ടുണ്ടെങ്കിൽ ആ വിട്ട ഭാഗത്തിൽ നിന്ന് ഇവിടെ ലത്തീഫ് മൗലവി വായിച്ചല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നി? ആ മുകളിലും താഴെയും പറഞ്ഞതിന്റെ എതിരാണോ അത്? അതല്ല എന്റെ വാദത്തെ ശക്തീകരിക്കുന്നതാണോ? അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, ഇത് ഒരു കച്ചിത്തുരുമ്പ് മാത്രമായിരുന്നു. സംവാദം കലക്കുവാൻ ഒരു മാർഗവും കാണാതിരുന്നപ്പോൾ ഇതിൽ പിടിച്ചു തൂങ്ങി ഇതിന്റെ നിജസ്ഥിതി എനിക്ക് സംസാരിക്കാൻ പോലും അവസരം തരാതെ ഇത് ഞാൻ സംസാരിച്ച് ക്ലിയറാക്കിയാൽ ആളുകൾക്ക് കാര്യം മനസ്സിലാകും. അതിന് അവസരമുണ്ടാകരുത് എന്ന് വിചാരിച്ച് മനഃപൂർവം സംവാദം കലക്കി തൽക്കാലം തടിസലാമത്താക്കി. മയ്യത്ത് കുളിപ്പിച്ച് നമ്മൾ കിടത്തിയിരുന്നു. കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ തന്നെ മയ്യത്ത് ഓടിപ്പോയി എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴുള്ള അവസ്ഥ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഞാൻ വീണ്ടും ലത്തീഫ് മൗലവിയെ വെല്ലുവിളിക്കുന്നു. ഞാൻ നടത്തിയത് കൃത്രിമമല്ല, ഇത് നിങ്ങളുടെ മുമ്പിലല്ല, അബ്ദുസ്സലാം സുല്ലമിയുടെ മുമ്പിൽ പോലും വെച്ച് തെളിയിക്കുവാൻ ഞാൻ തയ്യാറാണ്. 100 പ്രാവശ്യം തയ്യാറാണ്. ഇനി ഒരു സംവാദത്തിന് ഈ വിഷയത്തിൽ മാത്രം നിങ്ങൾ റെഡിയുണ്ടോ എന്നുകൂടി
ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. വേദിയിലുള്ള ബഹുമാന്യരായ സഹോദരങ്ങളെ, എൻ്റെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെമ്പാടുമുള്ള സഹപ്രവർത്തകരെ, സത്യാന്വേഷികളെ, ഈ സംവാദ വിശദീകരണ യോഗത്തെ വിലയിരുത്താനും വീക്ഷിക്കാനും നാളെ അതിൻ്റെ എന്തെങ്കിലും വിമർശനങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടുമോ എന്ന് നോക്കാനും വേണ്ടി ബൈലക്സ് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ വോയിസ് ശ്രദ്ധിച്ചുകൊണ്ട് ഇത് കുറിച്ചെടുക്കുന്ന ബഹുമാനനായ കരിമ്പിലാക്കൽ അടക്കമുള്ള എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രവർത്തകരുടെ അഡ്രസ്സ് അന്വേഷിച്ചെത്തിയ ആളുകളുടെ അഡ്രസ്സ് ഇപ്പോൾ എവിടെ എന്ന ചോദ്യമാണ് വ്യാപകമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വർഷങ്ങളോളം നിയമയുദ്ധം നടത്തി ലക്ഷങ്ങൾ മുടക്കി കിട്ടിയ ഒരു വാല്, മർക്കസുദ്ദാവ എന്ന വാല്, സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകരുടെ വിയർപ്പിന്റെ വിലയായി, ആ വിയർപ്പിന്റെ വില കൊണ്ട് പണിതുയർത്തിയ സാധാരണ പ്രവർത്തകരായ മുജാഹിദുകളുടെ കണ്ണീരിന്റെ നനവും വിയർപ്പിന്റെ ഗന്ധവുമുള്ള മർക്കസുദ്ദാവ എന്ന വാല്, അത് വകവെച്ചു കൊടുക്കാൻ ചില ആളുകൾ തയ്യാറായ പശ്ചാത്തലത്തിലാണ് ഒരു അഡ്രസ് ഉണ്ടായത്. അത്തരം അഡ്രസ്സുള്ള ആളുകളാണ് ഞങ്ങളുടെ അഡ്രസ്സ് ചോദിച്ച് കുറെ കാലമായി, കുറെ ദിവസമായി നടക്കാൻ തുടങ്ങിയത്. ആ വാലിന്റെ അഡ്രസ് പോലും പോകുന്ന സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ബഹുമാനരായ ചില സുഹൃത്തുക്കൾ ചില കലക്കലുകൾ നടത്തിയത്. സമയത്തിന്റെ പരിമിതിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വിഷയം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ മനോഹരമായി അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അവതരിപ്പിക്കും. അന്നത്തേക്ക് വേണ്ടി ഒരു താൽക്കാലികമായ ചില മരുന്നുകൾ, അങ്ങനെ ഉണ്ടല്ലോ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന്റെ മുമ്പ് കൊടുക്കുന്ന ചില പ്രൈമറി മെഡിസിൻസ് മാത്രമാണ് ഇന്നത്തെ എന്റെ സംസാരത്തിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ വലിയ മര്യാദയുടെയും പക്വതയുടെയും 10-60 വയസ്സിന്റെ പാരമ്പര്യത്തിന്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ കൊഴിപ്പുറം സുല്ലമി സംസാരിച്ചിരുന്നു. എന്റെ പിതാവിനോളം പ്രായമുള്ള, എന്റെ പിതാവിനേക്കാളും പ്രായമുള്ള ഒരാളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരിത്തിരി പേടി എനിക്കുണ്ട്. പക്ഷെ സംവാദം വീക്ഷിച്ച, സംവാദം നിരീക്ഷിച്ച ആളുകൾക്കറിയാം ഞാനീ പറയുന്നത് ഏറ്റവും മിനിമം വരികളും ഏറ്റവും മിനിമം വാചകങ്ങളുമാണ്. ചിലപ്പോൾ ക്ലിപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് അദ്ദേഹത്തിന്റെ മര്യാദയെ സംബന്ധിച്ച പാഠം കൊണ്ട് ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കാം. മര്യാദയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്, അദ്ദേഹം പറയട്ടെ. മര്യാദയില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുക എന്നത് ഞങ്ങളുടെ ഏർപ്പാടുപ്പെട്ടതല്ല. ഇതൊന്നും അവരെ പരിപാടിയല്ല. മര്യാദ അല്ലാതെ എന്തെങ്കിലും പറയാം, പെരുങ്കള്ളാന്ന് വിളിക്കുക, ഇങ്ങനത്തതൊന്നും അവരെ ഒരു രീതിയിലേ പെട്ടതല്ല. പക്ഷേ ഇതേ പ്രസംഗം തുടങ്ങുന്നത് മുതൽക്കു തന്നെ അദ്ദേഹം എല്ലാ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോയത്. സംവാദത്തിന്റെ തുടക്കം മുതൽ സംവാദത്തെ പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന എന്റെ സഹപ്രവർത്തകർ, പുറത്തുനിന്നുള്ള ഇത്തരം കമ്മ്യൂണിക്കേഷനുകൾ SMS ആയി വന്നപ്പോഴൊക്കെ അതിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, സംവാദം കലക്കാനുള്ള സാധ്യതകളുണ്ട്, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ചത് എന്ന് കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിലെ 17-ാം നമ്പർ തീരുമാനം വായിക്കണം. വളണ്ടിയർ കോർ സംവിധാനത്തെ കുറിച്ചാണ്. പുളിക്കലും അനുബന്ധ പ്രദേശങ്ങളിലുമൊക്കെയുള്ള വളണ്ടിയർ കോറിന്റെ ചില ആളുകൾ സദസ്സിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. അതിന് അനുഗുണമായ കാര്യങ്ങളാണ് സ്റ്റേജിൽ നിന്നുണ്ടായത്. കൊഴിപ്പുറം സുല്ലമി തന്നെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം മാലിക് സലഫിയുടെ നേരെ എടുത്തു ചാടുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. എന്താ ഫത്തേൽ ബാരി പറഞ്ഞ്? ഇഷാമു ഗുരുവിനെ സംബന്ധിച്ച് കാന മാലിക്കൻ ലാ യർലാഹു എടുക്ക ഫത്തേൽ ബാരി എടുക്ക കാന മാലിക്കുൻ ലാ യർലാഹു. അവരൊരു ഇബാറത്തുണ്ടാ? ഫത്തേൽ ബാരി 702-ാം പേജ് ഇങ്ങോട്ട് എടുക്ക. തോന്നിയാസം പറയാ എന്താ മര്യാദയാണ്. അതങ്ങനെയാണ്. കുറച്ചുണ്ട് മുന്നോട്ട് പോയാൽ പ്രഷറും ഷുഗറും ഒക്കെ 10 പേരത്തും ചില ആൾക്കാർക്ക് കയറിയിരുന്നു. ഓരോരുത്തരും ഞങ്ങൾ ഇങ്ങനെ ചിലത് കണ്ടിട്ടുണ്ട്.
ഏതായാലും നല്ല മര്യാദയാണ്. അപ്പൊ മര്യാദന്റെ പാഠം മൂപ്പർ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രായത്തെ പരിഗണിച്ച് ബഹുമാനനായ അബ്ദുൽ മലിക് സലഫി അതിന് കൊടുത്ത ഉത്തരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. മഹദി സുല്ലമി ലാ യർള എന്ന് പറഞ്ഞ ചുവട്ടിലുള്ള വാചകം നിങ്ങൾ കട്ട് ചെയ്തു എന്നാ ഞാൻ പറഞ്ഞു. അതെന്താ വായിക്കാത്തത് കേട്ടോ? വഖദ് ഇഹ്തജ്ജ ബിഹിശാമിൻ ജമീഉൽ അഇമ്മ, അതിൽ ഇമാം മാലിക് പെടുമല്ലേ? ഈ ജമീഉൽ അഇമ്മ എന്നുള്ളതിൽ ഇമാം മാലിക് പെടുമല്ലേ? അത് നിങ്ങൾ പറയണം. അത് മൊത്തത്തിൽ വായിച്ചു തരാം, ഇനി കുഴപ്പമൊന്നുമില്ല. ഈ വിമർശനങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇമാം ഇബ്നു അസ്ഖലാനി പറഞ്ഞത് ജമീഉൽ അഇമ്മ, ആ അയിമ്മത്തിൽ ഇമാം മാലിക് പെടുമല്ലേ? നിങ്ങൾ പറയണം. അതോടുകൂടെ വിശദീകരണത്തിന്റെ അവസാനം ഞാനിത് പറയുന്നത് എങ്ങനെയെല്ലാം പ്രകോപനം ഉണ്ടാക്കാം എന്നത് ചിലപ്പോ കൊഴിപ്പുറം സുല്ലമിക്ക് അങ്ങനത്തെ ഒരു ഡയറക്ഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അത് ചക്ക ഇട്ടപ്പോ മുയലിനെ കിട്ടിയെന്ന് അറിഞ്ഞില്ല. ബോധപൂർവം യഥാർത്ഥത്തിൽ തുടക്കം മുതൽ തന്നെ ഇത് കലക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ബോധപൂർവമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് അദ്ദേഹത്തിൻ്റെത് കൂടെ സഹായകമായി. ഏതായാലും മറുപടികൾക്കിടയിൽ അദ്ദേഹം അവസാനിപ്പിച്ച രംഗം കൂടി നമ്മൾ കാണേണ്ടതാണ്. അദ്ദേഹം അവസാനിപ്പിക്കുന്നു, നിങ്ങൾ കണ്ടോളൂ. അല്ലാഹു ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബർക്കത്ത് നൽകിയതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും ബർക്കത്ത് നൽകണമേ. അപ്പൊ ലോക്കൽ ട്രെയിന് പാസ് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും അതാണല്ലോ പിടിച്ചിടുക. എക്സ്പ്രസ് ട്രെയിന് വരും. എക്സ്പ്രസ് ട്രെയിനും സൂപ്പർ ഫാസ്റ്റിനും ഒക്കെ സ്വാഭാവികമായി ലോക്കൽ ട്രെയിൻ മാറിക്കൊടുക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. ബഹുമാനനായ അബ്ദുൽ മലിക് സലഫി അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന്റെ തന്നെ വരികളിൽ അദ്ദേഹം ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടും അനുഗ്രഹം കൊണ്ടും മാത്രം വളരെ സമർത്ഥമായി തുടക്കം മുതൽ അദ്ദേഹം ശക്തമായി ഇടപെട്ടിരുന്നു. തുടക്കം മുതൽ നിങ്ങൾ കാണേണ്ടത് ഇത് കലങ്ങിയത് ബോധപൂർവമാണ്. തുടക്കം മുതൽ ഇത് കലക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ സംസാരം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വളണ്ടിയർ കോറിന്റെ പഴയ ആളുകൾ അവരിപ്പോഴും വളണ്ടിയർ കോറിന്റെ പണിയെടുക്കുന്നുണ്ടോ അല്ലേ ഞങ്ങൾക്കറിയില്ല. പക്ഷെ ചില ശീലങ്ങൾ പഠിച്ചാൽ മറക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഗുണ്ടായിസത്തിന്റെ ശൈലിയിൽ തന്നെ ഇടപെട്ടപ്പോൾ സുഹൃത്തുക്കളെ അദ്ദേഹത്തിന് തന്റെ പ്രസംഗം നിർത്തിവെച്ച് മധ്യസ്ഥന്മാരോട് ഈ കാര്യം ഉന്നയിക്കേണ്ടി വന്നു. അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. കേരളത്തിൽ കഴിഞ്ഞുപോയ മുജാഹിദ് പണ്ഡിതന്മാരുടെ നിലപാടെന്താ? എന്റെ കയ്യിലിരിക്കുന്നത് അൽമനാർ. ഏത് അൽമനാർ എന്നറിയോ? നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. 1950 എന്താണിത് ഇങ്ങനെ